വചനമൊഴി മാർച്ച് 14. വചനഭാഗം റോമ 7:7-12, മർക്കോസിന്റെ സുവിശേഷം 11:27-33. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോയും ശിഷ്യരും വീണ്ടും ജെറുസലേമിൽ വന്നു. ഈശോ ദൈവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും അവന്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ ചെയ്യുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഈശോ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ. എങ്കിൽ എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് പറയാം. യോഹന്നാന്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. എന്നാൽ മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ? അവർക്ക് ജനക്കൂട്ടത്തെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ ഈശോയോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈശോ പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ പ്രവർത്തികളുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നു. ചോദ്യം ചെയ്യുന്നവർ അന്നത്തെ സമൂഹത്തിന്റെ അധികാരികൾ തന്നെയാണ്. രണ്ടുതരം അധികാര സ്രോതസ്സുകളെ കുറിച്ച് ഈശോ ബോധവത്കരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളതും മനുഷ്യരിൽ നിന്നുള്ളതും. ആധികാരികമായി നിയോഗിക്കപ്പെട്ടവർ ചെയ്യുന്ന പ്രത്യേക ദൗത്യ നിർവഹണമാണ് അധികാര പ്രവർത്തികൾ. സമൂഹത്തിന്റെ അധികാരികളോ രാഷ്ട്രീയ അധികാരികളോ ആണ് നിയോഗിക്കുന്നതെങ്കിൽ അധികാരം മനുഷ്യരിൽ നിന്നുള്ളതാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അധികാരികൾ. എന്നാൽ ദൈവം പ്രത്യേക ദൗത്യങ്ങൾ ഫലമേൽപ്പിച്ച വ്യക്തികൾ തങ്ങളുടെ പ്രവർത്തികളുടെ അസാധാരണത്വത്തിലൂടെയും ജനസമ്മതിയിലൂടെയും ആധികാരിത്വം വെളിപ്പെടുത്തുന്നു. തങ്ങളുടെ പ്രവർത്തികൾ തന്നെയാണ് അവരുടെ ആധികാരികത. ഈശോ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ എന്റെ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ. ഈശോയുടെ പ്രവർത്തികളായിരുന്നു ഈശോയുടെ ആധികാരികത. അതുപോലെ തന്നെ സ്നാപയോഹന്നാന്റെ പ്രവർത്തികളായിരുന്നു സ്നാപയോഹന്നാന്റെ ആധികാരികത. അത് കണ്ടിട്ടാണ് ജനം വിശ്വസിച്ചത് ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്ന്. സ്നാപയോഹന്നാന്റെ പ്രവർത്തികളിൽ നിന്നും അവൻ ദൈവത്തിൽ നിന്നുള്ളവനായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ ജനത്തിന് സാധിച്ചു. പ്രവർത്തികളിലൂടെയാണ് ദൈവത്തെ വെളിപ്പെടുത്തേണ്ടത്. നമ്മുടെയും പ്രവൃത്തികളായിരിക്കണം വിശ്വാസത്തിന്റെ പ്രകടനം. യഥാർത്ഥമായ വിശ്വാസത്തിന്റെ പ്രഘോഷണം ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെ യാഥാർത്ഥ്യമാകണം. ഈ നോമ്പുകാലം വിശ്വാസത്തിന്റെ ഭാഗമായി നാം ആചരിക്കുമ്പോൾ നമ്മുടെ അനുദിന പ്രവൃത്തികളിലൂടെ ഈ വിശ്വാസത്തിന്റെ പ്രഘോഷണം നടത്തുവാൻ, നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും നോമ്പിന്റെ ചൈതന്യം മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുവാൻ ഇടയാക്കണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആധ്യാത്മികതയെ ഒരു ജീവിത ശൈലിയായി രൂപപ്പെടുത്തുവാൻ, അത് ജീവിതത്തിലൂടെ പ്രഘോഷിക്കപ്പെടേണ്ട വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുവാനും ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.